പെങ്ങളെ ഹാർപ്പിംഗ് ആണോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ പെങ്ങളെ? ഞാൻ തന്നെയല്ലേ അലക്കണ്ട്. വേണ വെൽക്കം ടു എയർ സ്റ്റൈൽസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമ്മൾ എന്താ പറയുക കൊച്ചിയിലെ ഓളത്തിലായിട്ട് ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇടയിൽ ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ കഞ്ഞിയാണ്. അപ്പോൾ എന്നാൽ കഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനാണ്. പ്രാങ്ക് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അനുവിന വേറൊരു പെണ്ണിൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചെയ്യുന്നത് വെച്ചാൽ അനുവിനുണ്ടാവും പെങ്ങളെ ഇല്ലെങ്കിൽ സിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവളെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഫുൾ ഡേ ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഉച്ചയായി ഓക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഫുള്ളായിട്ട് വിളിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ രസകരമായ നിമിഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. ഒരു കഞ്ഞിൻ്റെ മുമ്പിൽ ഒരു കഞ്ഞി. അപ്പം നമ്മൾ ഓളത്തിലായില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ശരി അതെ നീ ചോദിച്ചാൽ നിന്നെ കളിയാക്കുക. വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ പെങ്ങളെ? ചമയുണ്ട് തടി തരണ ഒരു മയത്തിലൊക്കെ കഴിക്കണ്ടേ? എന്ത് ബുദ്ധിമുട്ടുണ്ട്? ഞാൻ പറഞ്ഞ ആക്ച്വലി നമ്മളിപ്പോൾ ഗ്രാൻഡിലുള്ളത്. പെങ്ങളെ ഹാർപ്പിംഗ് ആണോ? വേണ ഇത് ഉണ്ട്, ഹാഫ് ഉണ്ട്. ഓക്കെ ഞാൻ തന്നെയല്ലേ അലക്കണ്ട്. വേണ പെങ്ങളെ. അപ്പം പ്രാങ്കിൻ്റെ ബാക്കി ചെയ്യാം. പെങ്ങളെ പെങ്ങളെ ഇത് വേണം.
ഇത് വേണോ? ഇത് വേണോ പറ. വേണോ? വേണോ? ഓക്കെ വെയിറ്റ്, ബാക്കി പിന്നെ. യെസ്, അപ്പോൾ ഒന്നുകൂടി ചെയ്യാം. അങ്ങനെയുണ്ട് മാസ്കൂര്. യെസ്, അതുകൊണ്ടല്ലേ മാസ്ക് വരാൻ പറഞ്ഞേ. ഊര് പെങ്ങളെ എന്ത് ചെയ്യുന്നത്? ഇല്ല, നല്ല രസമില്ലേ? അല്ലേ, നല്ല രസമില്ല? നോക്കിയാ നല്ല സീനറി ആയിട്ട്. ആക്ച്വലി നമ്മിപ്പം തണലിലായില്ലത്, വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നതാണ്. പെങ്ങൾക്ക് വയറൊക്കെ ആയില്ലേ? അതെ, എൻ്റെ ഏട്ടൻ്റെ പെങ്ങൾക്ക് വയറൊക്കെ വെള്ളം തള്ളി താഴെ പെങ്ങളെ കുറെ നാളായി തുടങ്ങിയിട്ട്. എന്നാ പ്രശ്നമില്ലേ? സിസ്റ്റർ തിരുവനന്തപുരത്തുണ്ട്, ഞാൻ വിളിച്ചായിരുന്നു ഫോണില്. പെങ്ങളെ ഇതെന്താന്ന് പറഞ്ഞു, ഇതാരുടെയാന്ന് പറഞ്ഞു. ആക്ച്വലി ഒരു പ്രാങ്ക് ആയിരുന്നു ഇത്. അത് നിന്നെ പെങ്ങളേന്ന് സിസ്റ്ററേന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രാങ്ക് ആയിരുന്നു. ഇല്ല, ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക്? പറ. ഇല്ല, ജസ്റ്റ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു പ്രാങ്കാണ്, വീണ്ടും വലിയൊരു പ്രാങ്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലായിരിക്കും ഒന്നും പറയുന്നില്ല. ബൈ.